വെൽക്കം ടു ടേസ്റ്റി റിട്രീറ്റ്. ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്നൊരു ചട്നി റെഡിയാക്കാം. നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള നല്ലൊരു ചട്നിയാണിത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഇത് 25 അല്ലിയോളം വെളുത്തുള്ളി ഉണ്ട്. പിന്നെ മുളക് പൊടി, ഇത് 2 ടേബിൾ സ്പൂൺ നിറച്ച മുളക് പൊടിയുണ്ട്. ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടണം. എന്നുവെച്ചാൽ റെഡ് കളറൊക്കെ പോയിട്ട് ഈ ഒരു കളർ. പിന്നെ ഉപ്പ് വേണം, ഒരു പിഞ്ച് ഉപ്പ്. പിന്നെ ഒരു കപ്പോളം പഞ്ചസാര വേണം. പിന്നെ ഒരു പുളിനാരങ്ങ വലുപ്പത്തിൽ പുളി വേണം. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ ഞാൻ ഇവിടെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അത് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഇനി മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇത് ചെറിയ ഉള്ളി 2 എണ്ണം, പിന്നെ വെളുത്തുള്ളി, മുളക് പൊടി, പിന്നെ ഒരു പിഞ്ച് പഞ്ചസാര. അതായത് പിന്നെ കുറച്ച് എരിവായിരിക്കും, അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് പഞ്ചസാര ഇട്ടാൽ ആ എരിവ് ബാലൻസ് ചെയ്ത് നിന്നോളും. പിന്നെ പുളി ഞാൻ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം അത് അരച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്മൂത്തായിട്ട് അരയാൻ വേണ്ടിയാണ്. അത് നല്ല പേസ്റ്റ് രൂപത്തിൽ ചട്നി അരക്കണം. ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർത്തേക്കരുത് കേട്ടോ, കുറച്ച്. ഇത് പേസ്റ്റ് രൂപത്തിലുള്ള ചട്നിയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞിട്ടുണ്ട്. പുളി കുറച്ച് സമയം പൊതിർത്ത് വെക്കണം, അപ്പം നന്നായിട്ട് അരഞ്ഞിട്ട്, അല്ലെങ്കിൽ മിക്സിയിൽ നിന്ന് അരയാൻ കുറച്ച് വിഷമായിരിക്കും. നല്ല പേസ്റ്റ് രൂപത്തിലുള്ള ചട്നിയാണ്. നമുക്കിത് ബൗളിലോട്ട് മാറ്റാം. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല പേസ്റ്റ് രൂപത്തിലാണ്, നല്ല സ്വീറ്റാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇത് കണ്ട ഉടനെ നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചട്നിയാണ്. ഓക്കെ, താങ്ക് യു.